നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീഴ്ച നിനക്ക് എന്തെങ്കിലും പറ്റിയോ? മോനെ ഗോവിന്ദ, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മേ, ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ആരും ഇവിടെ പുറത്തെങ്ങും കാണുന്നില്ല. എന്റെ ദൈവമേ, ഈ കുട്ടി ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ലേ? എല്ലാരും കൂടി കല്യാണത്തിന് പോയിരിക്കല്ലേ? ആരുടെ കല്യാണം അമ്മേ? ശ്രീദേവിയമ്മ, ഇനി അവളോടൊന്നും പറയരുത്. മോളെ അമ്മു, നീ എന്താ ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്? അമ്മേ, എന്റെ പേര് ലക്ഷ്മി എന്നാ. ലച്ചു എന്നാ എല്ലാവരും വിളിക്കുന്നത്. ദേ, അയാൾക്കറിയാലോ എന്റെ പേര് ലച്ചു എന്നാണെന്ന്. അമ്മ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. ആ അമ്മേ, സഞ്ജുവേട്ടനെ വിളിച്ചൊന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറയോ? സഞ്ജു ഉടനെ വരും. അത് ഞാൻ ലച്ചുനോട് പറഞ്ഞതല്ലേ. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. എന്റെ ബാഗ് എവിടെ ഇരിക്കുന്നെന്ന് അറിയില്ല. കുഞ്ഞുട്ടേട്ടൻ ബാഗ് തന്നു വിട്ടതാ. മോനെ, എനിക്ക് പേടിയാവുന്നു. സഞ്ജുവേട്ടൻ വീട്ടിൽ ആരോടും പറയാതെയല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഇവിടെയുള്ളവരെന്നെ എങ്ങനെ സ്വീകരിക്കുന്നറിയാതെ പേടിച്ച ഞാൻ വന്നത്. അമ്മ എന്നെ സ്വീകരിച്ചപ്പോ ആ പേടിയൊക്കെ പോയി. ഇവിടെ വേറെ ആരെങ്കിലും വഴക്ക് പറയുന്നുള്ള പേടി അമ്മയ്ക്കുണ്ടോ? ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അമ്മ പറയുന്നതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ശ്രീദേവിയമ്മ, ഒന്ന് വന്നേ. മോളെ, അമ്മ ഇപ്പം വരാം. ഈ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് മാറ്റം വന്നത്? ആദ്യം നല്ല സ്നേഹമായിരുന്നു. സഞ്ജുവേട്ടനെ കാണുന്നുമില്ലല്ലോ. അമ്മൂന് എന്താ പറ്റിയെന്ന് ഗോവിന്ദ് ഒന്നും പറ. പരസ്പര വിരുദ്ധമായ രീതിയില അവള് സംസാരിക്കുന്നത്. മുറിയിലിരുന്ന മുകുന്ദേട്ടന്റെ ഫോട്ടോ അവൾ ആദ്യമായിട്ട് കണ്ടെത്തി കൊണ്ടുവന്ന് ഇപ്പൊ അവൾക്ക് ആ ഓർമ്മ പോലും ഇല്ലെന്ന്. അതെ അമ്മേ, ലച്ചുവിന് സംഭവിച്ചിരിക്കുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അവളിപ്പോ ജീവിക്കുന്നത് അവളുടെ കുട്ടിക്കാലം മുതൽ പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഓർമ്മകൾ വരെയുള്ള കാലത്തായിരിക്കും. അവന്റെ കൂടെ സിറ്റിയിലേക്ക് വന്നതോ അവനെ പിരിഞ്ഞ് അവള് പോയതോ എന്തിന്? സ്വാതിയെ കണ്ടതും ചന്ദ്രകാന്തത്തിലും പിന്നെ മംഗലശ്ശേരിയിലും എത്തിയതുമായ ഒരു ചിത്രവും ലച്ചുവിന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവില്ല. ഇന്ന് താലികെട്ട് കഴിഞ്ഞ് സഞ്ജുവിന്റെ വീടെത്തിയതായിട്ടാ അവള് കരുതുന്നത്. അവളുടെ തോന്നലുകളെ ബലപ്പെടുത്തുന്നതായിരുന്നു അവള് മരുമകളാണെന്ന് പറഞ്ഞ് ശ്രീദേവിയമ്മ നിലവിളക്ക് നൽകി അവളെ വീട്ടിൽ കയറ്റിയത്.
അയ്യോ, ഇനി അവള് മരുമകളല്ലെന്ന് പറയാൻ ശ്രീദേവി അമ്മയ്ക്ക് കഴിയോ? ശ്രീദേവി അമ്മയെ ലച്ചു എങ്ങനെ തിരിച്ചറിഞ്ഞു? വിവാഹത്തിന് മുൻപ് ശ്രീദേവി അമ്മ അവളെ കണ്ടിരുന്നോ? ആ ചോദ്യമാണ് എന്നെ അലട്ടുന്നത്. ഉണ്ട്. സഞ്ജുവിനെ കൊണ്ട് ഒരിക്കൽ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി. അന്ന് തലചുറ്റി വീഴാൻ പോയ എന്നെ രക്ഷിച്ചത് അവളാ. ഇതോടെ എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ലച്ചുവിന് സംഭവിച്ചിരിക്കുന്നത്. ശ്രീദേവിയമ്മ അന്ന് ലച്ചുവിനെ കണ്ട കാര്യം ഇവിടെ ആരോടും പറയണ്ട. സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ സഞ്ജയാണെന്ന് ലച്ചു തെറ്റിദ്ധരിച്ചു. ശ്രീദേവി അമ്മയെ സഞ്ജുവിന്റെ അമ്മയായും കണ്ടു. അങ്ങനെ വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ല മോനെ, അപ്പോ അവൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടില്ലേ? ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതിനല്പം സമയമെടുക്കും. അതുവരെ സഞ്ജുവിന്റെ ഭാര്യയായിട്ട് അവൾ ഈ വീട്ടിൽ നിൽക്കില്ലേ? അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളെ ഇറക്കി വിടാൻ പറ്റുമോ? സത്യം അവളുടെ നാട്ടുകാർക്ക് അറിയില്ലേ? ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അവള് നേരെ പെരുവണ്ണാപുരത്തേക്കായിരിക്കും പോവുക. ഈശ്വര, പ്രശ്നം അപ്പോ കൂടുതൽ വഷളാകും. സ്വാതി സത്യം തിരിച്ചറിയും. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവളാ അമ്മ. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ നിലയ്ക്ക് ദൂരെ എവിടെയോ പോകാനിരുന്നത് അവള്. ഇവിടെ ഈ മുറ്റത്ത് വെച്ച് അവളത് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അവളെ ആർക്കും വെറുക്കാനോ ശപിക്കാനോ കഴിയില്ല. അവളുടെ സ്വഭാവം വെച്ച് വേദന തോന്നേണ്ടത്. മനസ്സാ വാച സഞ്ജുവിന്റെ ഭാര്യയാവാൻ ആഗ്രഹിക്കാത്ത ലച്ചുവിന് ദൈവം കൊടുത്തത് വലിയ ശിക്ഷയായിപ്പോയി. ശിക്ഷിച്ചത് അവളെയല്ല, എന്റെ മോനെ. എന്തുകൊണ്ട് അമ്മയോട് അവൻ ഈ വിവരം പറഞ്ഞില്ല? അവനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്ന് ശാസ്ത്രികൾ പറഞ്ഞപ്പോ ഞാനിവിടെ എല്ലാം ഓടി നടക്കുന്നത് അവൻ കണ്ടതാ. അവനൊരു പെണ്ണിന് വാക്ക് കൊടുത്ത് അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കായിരുന്നില്ലേ? അവൻ ചതിച്ചതാണെന്ന് അമ്മ ഒരിക്കലും പറയരുത്. എന്റെ ദൈവമേ, ഇപ്പൊ അവൻ ശ്രീകുട്ടിയായി ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യും? അവരിപ്പോ കുടുംബക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടാവും. ഞാൻ ചെന്ന് സഞ്ജുവിനെ കണ്ട് വിവരം പറയാം. അമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.